ഈ സമയത്ത് പാലക്കാട് കളക്ടറേറ്റിൽ നിർണായകമായ യോഗം ചേരുകയാണ്. ഉന്നതതല യോഗം പാലക്കാട് കളക്ടറേറ്റിൽ നടക്കുകയാണ്. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത ചർച്ചയാകും. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും ജില്ലാ കളക്ടറും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. റിയ ബേബി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റിയ, വർഷങ്ങളായുള്ള പരാതിയാണ് പ്രദേശവാസികളുടെ. ഇപ്പോൾ MLA-യും മന്ത്രിയും ഒക്കെ യോഗത്തിലുണ്ട്. ഈ അവിടെയുള്ള സാധാരണക്കാരായ മനുഷ്യർ അവർ ഈ യോഗത്തിന്റെ ഭാഗമാകുന്നുണ്ടോ? ഇന്നലെയൊക്കെ വലിയ പ്രതിഷേധം കണ്ടിരുന്നു. ഇന്നിതിലൊരു ശാശ്വതമായ തീരുമാനത്തിലേക്ക് എത്തണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അവർ ഈ യോഗത്തിന്റെ ഭാഗമാണോ? ആദ്യഘട്ടമായി മന്ത്രി, കളക്ടർ, അതോടൊപ്പം തന്നെ RTO, SP അടക്കമുള്ളവരുടെ യോഗം ഏതാണ്ട് 20 മിനിറ്റോളം കളക്ടറുടെ ചേംബറിൽ നടന്നു. അതിനുശേഷം ഇപ്പോൾ കോൺഫറൻസ് ഹാളിൽ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ജനപ്രതിനിധികൾ, അതോടൊപ്പം തന്നെ പ്രദേശവാസികൾ അടക്കമുള്ള ആളുകൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ്, ഈ പനയമ്പാടം റോഡ് സുരക്ഷിതമല്ല എന്ന് ജനങ്ങൾ നിരവധി തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാകാതെ ഏറ്റവും ഒടുവിൽ 4 കുരുന്നുകളുടെ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നൊരവസ്ഥ ഇന്നലെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് ആളുകളുടെ പ്രതിഷേധം കണക്കിലെടുത്താണ് ഈ യോഗം വിളിച്ചു ചേർത്തത്. ആ യോഗത്തിൽ പ്രദേശവാസികൾ, അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. എന്ത് പരിഹാരമാണ് ഈ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിന് ഇനി ഉണ്ടാവുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നേരത്തെ തന്നെ പാലക്കാട് IIT ഒക്കെ റിപ്പോർട്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ കയ്യിലുണ്ടായിരുന്നു. അതിൽ പ്രാരംഭ സുരക്ഷാ നടപടികൾ മാത്രം എടുത്ത് അതിനപ്പുറത്തേക്കുള്ള നടപടികളിലേക്ക് പോകാത്തതാണ് ഏറ്റവും ഒടുവിൽ 4 കുരുന്നുകളുടെ ജീവൻ എടുക്കുന്നതിലേക്ക് എത്തിയത്. അതിൽ അശാസ്ത്രീയമായ വളവ്, അതോടൊപ്പം തന്നെ റോഡിന്റെ മിനുസം, അതോടൊപ്പം തന്നെ വേണ്ടത്ര രീതിയിൽ മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്തതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അത് ഏത് രീതിയിൽ പരിഹരിക്കും, അതോടൊപ്പം തന്നെ അടിയന്തരമായി എന്ത് നടപടികൾ ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തത്. പ്രദേശവാസികളടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന 2022 ദേശീയപാതയുടെ നവീകരണം പൂർത്തിയായത് മുതൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ആവശ്യങ്ങൾക്ക് ഇന്നൊരു പരിഹാരം ഉണ്ടാകുമോ, ഈ 4 കുരുന്നുകളുടെ ജീവൻ നഷ്ടമായ സാഹചര്യത്തിലെങ്കിലും എന്നത് പ്രധാനമായും നോക്കിക്കാണുന്നു. എന്തായാലും നേരത്തെ എൻഫോഴ്സ്മെന്റ് RTO നൽകിയ റിപ്പോർട്ടിൽ അതിൽ റോഡിന്റെ സുരക്ഷ, അശാസ്ത്രീയമായ നിർമ്മാണം, സുരക്ഷിതമില്ലായ്മ, അതോടൊപ്പം തന്നെ ഡ്രൈവറുടെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നൊരു സംശയം കൂടി എടുത്തു പറയുന്നുണ്ട്. എന്തായാലും ആ റിപ്പോർട്ട് അടക്കം ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറിയ ഒരു സാഹചര്യമുണ്ട്. അത് ഈ യോഗത്തിൽ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. എൻഫോഴ്സ്മെന്റ് RTO അടക്കം പങ്കെടുക്കുന്നുണ്ട്. മണ്ണാർക്കാട് ജോയിന്റ് RTO പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ഇന്നലെ അവിടെ നിന്നൊക്കെ സംസാരിച്ചതാണ്. ഈ റോഡിന്റെ നിർമ്മാണത്തെക്കുറിച്ച്, അപകടമുണ്ടാകാനുള്ള സാധ്യതകളെക്കുറിച്ചടക്കം സംസാരിച്ചതാണ്. എന്തായാലും നിർണായകമായ യോഗമാണ് പാലക്കാട് കളക്ടറേറ്റിൽ ചേരുന്നത്.